ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണാൻ ജനങ്ങളുമായി ഒന്ന് സംവദിക്കാൻ നമ്മുടെ എംഎൽഎമാർ തയ്യാറാവുന്നില്ല. അത്ര യോഗം നടക്കുന്നത് ഏകപക്ഷീയമാകുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചാൽ മാത്രം പോരാ, അൽപ്പാക്കുളം മുതൽ തളിക്ഷേത്രം വരെയുള്ള റോഡുകൾ വീതി കൂട്ടുന്നതിലൂടെയും ഇടറോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിലൂടെയും മാത്രമേ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് CPIM അങ്ങാടിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മങ്കട ഏരിയ കമ്മിറ്റി മെമ്പറുമായ C. സജി പറഞ്ഞു. ചാനൽ 10 ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ ഗതാഗത കുരുക്കിന് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ പതിച്ചാൽ ബ്ലോക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ മാത്രമേ അങ്ങാടിപ്പുറത്തെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാവുകയുള്ളൂ എന്നുമുള്ള തരത്തിലുള്ള ഇരുവാദങ്ങൾ നിലനിൽക്കുകയാണ്. ബ്ലോക്കിനാൽ പൊറുതിമുട്ടിയ പൊതുജനങ്ങൾ തന്നെ പലതരത്തിലുള്ള പരിഹാര മാർഗങ്ങളുമായി രംഗത്തെത്തുമ്പോൾ അങ്ങാടിപ്പുറത്തെ കുരുക്കഴിക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് CPIM അങ്ങാടിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മങ്കട ഏരിയ കമ്മിറ്റി മെമ്പറുമായ C. സജി. അങ്ങാടിപ്പുറത്തെ അൽപ്പാക്കുളം മുതൽ തളിക്ഷേത്രം വരെയുള്ള ഭാഗം വീതി കൂട്ടുകയും ഇടറോഡുകൾ ഗതാഗത യോഗ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ ബ്ലോക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്ന് സജി പറയുന്നു. മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നത് മാത്രമാണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാര മാർഗമെന്നും സജി പറഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ MLA ഏകപക്ഷീയമായ നിലപാടാണ് ഇതിൽ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അങ്ങാടിപ്പുറം മേൽപ്പാലം. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ പോകുമ്പോൾ അടയ്ക്കുന്ന 4-5 തവണ ഉണ്ടാകുന്ന ബ്ലോക്ക് 24 മണിക്കൂറും സംഭവിക്കുന്ന രീതിയിലേക്ക് ഗുരുതരമായിരിക്കുകയാണ്. അങ്ങാടിപ്പുറത്തെ ജനങ്ങൾക്ക് പുറത്തു പോകാനുള്ള അവസ്ഥ ഇല്ലാതെ ഇരിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ ചെർപ്പളശ്ശേരി, പട്ടാമ്പി, പാലക്കാട്, നിലമ്പൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളും കോട്ടയ്ക്കൽ, വളാഞ്ചേരി, മഞ്ചേരി, കോഴിക്കോട് വാഹനങ്ങൾ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു നെക്കാണ് അങ്ങാടിപ്പുറം. ഈ അങ്ങാടിപ്പുറം പാലത്തിനെ കുടുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാലം അവസാനിക്കുന്ന മുതൽ തളിക്ഷേത്രം വരെയുള്ളതിൻ്റെ വീതി കൂട്ടാതെ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. അതിന് മുമ്പേ ഒരു ഡൈവേർഷൻ വേണം. അതിന് ശാശ്വതമായ പരിഹാരമാണ് മാനത്തമംഗലം ബൈപ്പാസ്. അതല്ലെങ്കിൽ നിലവിലുള്ള പാലത്തുനിന്ന് മുതുവറ അമ്പലത്തിൻ്റെ അവിടേക്ക് ഒരു ഡൈവേർഷൻ ഇറങ്ങി എടത്തുപുറം റോട്ടിലൂടെ അത് ഓരടം പാലത്തേക്ക് എത്തുകയും ഓരടം പാലം മാനത്തമംഗലം ബൈപ്പാസിൻ്റെ 1ാം റീച്ച് ഉടനെ ആരംഭിക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ അങ്ങാടിപ്പുറത്ത് തന്നെയുള്ള ബാലമാഷ്ട ഇടവഴിയുണ്ട്, അതിൻ്റെ തൊട്ട് ഋതുവിൻ്റെ ഇടവഴിയുണ്ട്. അത്തരത്തിലുള്ള ചെറുവഴികൾ കണക്ട് ചെയ്തുകൊണ്ട് താൽക്കാലിക പരിഹാരം കാണാതെ ഒരു കട്ട വിരിച്ചാൽ മാത്രം അതൊരു പരിഹാരമാവില്ല. അത്തരത്തിൽ ഈ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണാൻ ജനങ്ങളുമായി ഒന്ന് സംവദിക്കാൻ നമ്മുടെ MLAമാർ തയ്യാറാവുന്നില്ല. അത്ര യോഗം നടക്കുന്നത് ഏകപക്ഷീയമാകുകയാണ്. ഈ റോഡിൻ്റെ വീതി കൂട്ടാതെ, അൽപ്പാക്കുളത്തിൻ്റെ ഓപ്പോസിറ്റ് വീതി കൂട്ടാതെ, അൽപ്പാക്കുളം മുതൽ തളിക്ഷേത്രം വരെ വീതി കൂട്ടുകയോ ഡിവൈഡർ വെക്കാതെ അവിടെ എന്ത് പരിഹാരം നടത്തിയാലും അത് വലിയ കുരുക്കിലേക്ക് പോകുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. V. ശശികുമാർ MLA ആയ കാലത്താണ് മേൽപ്പാലം പദ്ധതി ആരംഭിച്ചത്. എന്നാൽ കൂടുതൽ പ്രായോഗികമായി മാനത്തമംഗലം ബൈപ്പാസ് എന്ന ധാരണയിലെത്തുകയും ചെയ്തു. ഈ പദ്ധതിയെ അട്ടിമറിച്ചാണ് പെരിന്തൽമണ്ണയിലെ ചില വ്യാപാരികളുടെ കച്ചവട താൽപര്യങ്ങളുടെ ഭാഗമായി മേൽപ്പാലം നിർമ്മിച്ചതെന്നും സജി പറഞ്ഞു. മാനത്തമംഗലം ബൈപ്പാസിന് പകരമായി വൈലോങ്ങരയിൽ നിന്നും ഓരാടം പാലത്തിലേക്ക് ബൈപ്പാസ് നിർമ്മിച്ചാൽ ബ്ലോക്കിന് പരിഹാരം കാണാനാകുമെന്നത് മങ്കട MLA മഞ്ഞളാംകുഴിയലിയുടെ തെറ്റായ ധാരണയാണെന്നും അദ്ദേഹം ചാനൽ 10 ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെന്റ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുമാറിന്റെ കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി ജില്ലാ കലക്ടറും പാലോളി മുഹമ്മദ് കുട്ടി മിനിസ്റ്ററും ആകുന്ന സമയത്ത് വന്നതിന് ശേഷമാണ് ഇത് ഇവിടെ ഒരു പാലം കെട്ടിയാൽ പരിഹരിക്കില്ല എന്നുള്ളതുകൊണ്ട് മാനത്തമംഗലം ബൈപ്പാസായിട്ട് തീരുമാനിച്ചത്. ആ മാനത്തമംഗലം ബൈപ്പാസ് ഉണ്ടാക്കുന്നത് നല്ലത് എന്ന് അഹമ്മദ് സാഹിബിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അസീസ് സാറും അങ്ങനെ തീരുമാനിച്ചതായിരുന്നു. ആ പദ്ധതി അട്ടിമറിച്ചുകൊണ്ടാണ് ഇങ്ങനെ പെരിന്തൽമണ്ണയിലെ ചില കച്ചവടക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മിനി മേൽപ്പാലം എന്ന രീതിയിൽ വന്നത്. ഇപ്പോൾ അവർക്ക് തന്നെ അത് വലിയ കുരുക്കായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ യോഗങ്ങളിലൂടൊന്നും ആലോചിക്കാതെ മാനത്തമംഗലം ബൈപ്പാസിന് പകരം വൈലോങ്ങരയിൽ നിന്ന് ഓരടം പാലത്തേക്ക് ഒരു ബൈപ്പാസ് ഉണ്ടായാൽ പരിഹരിക്കുമെന്നുള്ള മൂഢസ്വർഗത്തിലാണ് മങ്കട MLA. അതൊരു രാഷ്ട്രീയമായിട്ട് ഞാൻ ചെയ്ത കാര്യത്തിലൂടെ മറ്റുള്ളവരുടെ ആലോചിക്കാതെ ചെയ്യുന്നതാണ് കാര്യമെന്ന രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നത്. ഞാൻ അങ്ങാടിപ്പുറത്ത് ജനിക്കുന്ന ഒരു പദ്ധതിയാണ് പെരിന്തൽമണ്ണ മങ്കട MLAമാരുടെ അടുത്ത് ഉണ്ടാകുന്നത്. ഈ 9 വർഷം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. മാനത്തമംഗലം ബൈപ്പാസ് അല്ല, അതുപോലെ തന്നെ തിരൂർക്കാടിന് ബൈപ്പാസ് ചെയ്തുകൊണ്ട്, പനങ്ങാങ്ങരയ്ക്ക് ബൈപ്പാസ് ചെയ്തുകൊണ്ട്, മക്കരവർമ്മന് ബൈപ്പാസ് ചെയ്തുകൊണ്ട്, കുണ്ടോട്ടിക്ക് ബൈപ്പാസ് ചെയ്തുകൊണ്ട്, പാലക്കാട് മുതൽ കോഴിക്കോട് വരെ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലമേറ്റെടുപ്പ് മുഴുവൻ പൂർത്തിയാക്കിയ ഒരു നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്.
ഇതിൻ്റെ പരിഹാരം, ഇതിൻ്റെ വർക്ക് ഏതാണ്ട് ഡിസംബർ മാസത്തിലോടുകൂടെ അതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. ഒരു വർഷത്തോടു കൂടെ തന്നെ ഇതിലൂടെ പോകുന്ന ഹെവി വാഹനങ്ങൾ മുഴുവൻ തിരിച്ചുവിടുന്ന ഗ്രീൻഫീൽഡ് ഹൈവേയിൽ കൂടെ പോകും. ഇവിടെ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ്. ഈ ഗവൺമെൻറ് നല്ല നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ പെരിന്തൽമണ്ണയിൽ വരുന്ന ഹെവി വാഹനങ്ങൾ പാണ്ടിക്കാട് വഴി പെർമനൻ്റായിട്ട് തിരിച്ചുവിട്ടാലും ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗതാഗതക്കുരുക്കഴിക്കാനുള്ള പുതിയ വഴികൾ അധികൃതർ തേടുമ്പോൾ നാടിനെ അറിയുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടെ മാനിക്കുന്നത് ഗുണകരമായിരിക്കും. ചാനൽ 10 പെരിന്തൽമണ്ണ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.